അന്തർജനം അധ്യായം 7 മാന്ത്രിക പ്രേത നോവൽ. കാറിലേക്ക് കയറുമ്പോൾ അഡ്വക്കേറ്റ് കുട്ടിശങ്കരൻ്റെ ശരീരം ആലില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. സൂര്യനാരായണ തിരുമേനിയുടെ ഒരു വാക്കും പിഴക്കില്ല. ദേവീഉപാസനയുടെ ശക്തി കൊണ്ടാണ് തന്നെ കാണാൻ വരുന്ന ഒരാളുടെ വരവിൻ്റെ ഉദ്ദേശവും മുൻകൂട്ടി ഗ്രഹിച്ചെടുക്കുന്ന ഒരു വലിയ മനസ്സാണ് അദ്ദേഹത്തിൻ്റേത്. അദ്ദേഹം പറയുന്നു ഒരാൾ മരിച്ചതാണെന്ന്. സുമിത്രയും ജഗനും തൻ്റെ മുന്നിൽ ജീവിച്ചിരിക്കുന്നു. താൻ ഇങ്ങോട്ട് തിരിക്കുന്നത് വരെ അവർക്കൊന്നും സംഭവിച്ചിട്ടില്ല. എന്തായാലും സുമിത്രയെ ഒന്ന് വിളിക്കാം. അസ്വസ്ഥമായ മനസ്സോടെ കുട്ടിശങ്കരൻ മൊബൈൽ കയ്യിലെടുത്തു. സുമിത്രയുടെ നമ്പർ ഡയൽ ചെയ്തു. എത്ര ശ്രമിച്ചിട്ടും നമ്പർ ഡിസ്കണക്റ്റഡ് ആവുന്നു. വീട്ടിലെ ലാൻഡ് നമ്പറിൽ വിളിച്ചു. അത് എൻഗേജഡ് ടോൺ കിട്ടുന്നു. ഈശ്വര, എന്തെങ്കിലും സംഭവിച്ചുവോ? പെട്ടെന്നൊരു ബുദ്ധി തോന്നി. ജഗനെ വിളിക്കാം. ജഗനെ നമ്പർ മൊബൈലിൽ നിന്നും എടുത്തു വിളിച്ചു. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷേ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ സൈലൻറ്റിലിട്ട് ഏതെങ്കിലും മീറ്റിങ്ങിലോ മറ്റോ ആയിരിക്കും. എന്തായാലും രണ്ടാൾക്കും ആപത്തൊന്നും വരുത്തരുതേ ദേവിയും ഭഗവതിയും. അഡ്വക്കേറ്റ് കുട്ടിശങ്കരൻ അറിയാവുന്ന ദൈവങ്ങളെയൊക്കെ വിളിച്ചുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. മുന്നോട്ടെടുത്തു. അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവനും സൂര്യനാരായണൻ തനിക്ക് നേരെ വലിച്ചെറിഞ്ഞ വാക്കുകളായിരുന്നു. എന്തായാലും താനങ്ങനെ തോറ്റുകൊടുക്കില്ല. രണ്ടാളെയും ഒരുമിച്ച് അദ്ദേഹത്തിൻ്റെ മുമ്പിലെത്തിക്കും. സുമിത്രയെയും ജഗനെയും. താങ്കളുടെ നാവ് പിഴച്ചു എന്ന് താൻ ബോധ്യപ്പെടുത്തും. താങ്കൾ പറയണം ഇതിലാരാണ് മരിച്ചതെന്ന്. പ്രായത്തിൻ്റെ ഓർമ്മക്കുറവിൽ സൂര്യനാരായണൻ പറഞ്ഞതാവണം ഇത്. ജ്യോതിഷവും ഈശ്വരശക്തിയും ഒരേ ചൈതന്യമാണ്. ഇവിടെ പിഴച്ചതും ജ്യോതിഷനാകാം. നിഗമനങ്ങൾ ഒരു തവണ തെറ്റിക്കൂടുന്നില്ലല്ലോ. സമയം നോക്കി 12:32. മുഖമുയർത്തി മുന്നിലേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് വണ്ടിക്ക് മുൻപിലൊരു ഭ്രാന്തൻ എടുത്തു ചാടി. ആൾത്തിരക്ക് കുറഞ്ഞ വളവാണ്. അയാൾ ഇടിച്ചു തെറിച്ചു വീണ് മുൻപിലൂടെ ഉരുണ്ടുരുണ്ടു പോകുന്നത് നോക്കി ഉറക്കെ നിലവിളിച്ചുകൊണ്ട് കുട്ടിശങ്കരൻ വണ്ടി നിർത്താൻ ബ്രേക്കിലേക്ക് ആഞ്ഞു ചവിട്ടി. പക്ഷേ കാലമർത്തിയപ്പോൾ ഞെട്ടിപ്പോയി. കാറിൻ്റെ ബ്രേക്ക് പോയിരിക്കുന്നു. തൻ്റെ ജീവിതം ഇതാ ഇവിടെ അവസാനിക്കുന്നു. സൂക്ഷിച്ചു പോകാൻ സൂര്യനാരായണൻ പറഞ്ഞത് ഒരു മിന്നൽ പിണർ പോലെ തലയ്ക്കുള്ളിൽ വന്നുപോയി. ദേവി രക്ഷിക്കണം. കയറ്റം കയറി ഒരു മഞ്ഞ നിറമുള്ള വണ്ടി കയറി വരുന്നു. അതാണ് കുട്ടിശങ്കരൻ അവസാനമായി കണ്ടത്. ഇടിയുടെ ശബ്ദം അന്തരീക്ഷത്തെ പ്രകമ്പനം കൊള്ളിച്ചു. മഞ്ഞ ലോറി ഇടിച്ചു കയറി വണ്ടിയിലിരുന്ന അഡ്വക്കേറ്റ് കുട്ടിശങ്കരൻ്റെ തല അടർന്ന് പിന്നിലേക്ക് വീണു. ഒരു കബന്ധമായി പിൻസീറ്റിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ചോര വീണ ജഗൻ്റെ ജനന തീയതി നനഞ്ഞു മറഞ്ഞു. ആളുകൾ ഓടിയെത്തുമ്പോൾ ദൂരെ ഒരു ഭ്രാന്തൻ ഭാണ്ഡക്കെട്ടുമായി നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. പൂരപ്പറമ്പിൽ ആകാശത്തേക്ക് ഉയർന്ന പൂത്തിരിയായി ചിതറി വീഴുന്ന വെടിമരുന്നിൻ്റെ തിളക്കം അയാളുടെ മുഖത്ത് കാണാം. സുമിത്ര ഞെട്ടി ഉണരുമ്പോൾ ജഗൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. തന്നെ വലതുകൈ കൊണ്ട് അടുപ്പിച്ചിട്ടുണ്ട് ജഗൻ. എപ്പോഴാണ് തൻ്റെ അടുത്തേക്ക് വന്നത്? പെട്ടെന്ന് രാവിലെ നടന്ന സംഭവങ്ങൾ ഓർത്തെടുത്ത് എഴുന്നേറ്റിരുന്നു. ചോര പൊടിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാൻ തലയിൽ തൊട്ടു നോക്കി. ഭാഗ്യം, മുറിഞ്ഞിട്ടില്ല. പക്ഷേ ലേശം പൊങ്ങി നിന്ന മുഴ അപ്രത്യക്ഷമായിരിക്കുന്നു. ജഗൻ ജഗൻ സുമിത്ര മറ്റത്തേക്കോ മറക്കാൻ ശ്രമിച്ചു. ജഗനെ മെല്ലെ കുലുക്കി ഉണർത്തി. കണ്ണു തുറന്ന ജഗൻ ഒരു നിമിഷം സുമിത്രയെ നോക്കി നിന്നിട്ട് തൻ്റെ നെഞ്ചിലേക്ക് ചാർച്ചു കിടത്തി. സ്നേഹത്തിൻ്റെ നിറകുടമാണ് സുമിത്ര, ജഗന് കിട്ടിയ സ്വത്ത്. ഭക്തി കൊണ്ട് സത്യവാൻ സാവിത്രിയിലെ സാവിത്രിയെപ്പോലെ ഭർത്താവിൻ്റെ ജീവൻ യമധർമ്മനിൽ നിന്നും മടങ്ങി വാങ്ങിയതുള്ള പതിവ്രത. പക്ഷേ ഇവിടെ ജഗൻ്റെ ശരീരം മാത്രമേ ഉള്ളൂ. സൂര്യനാരായണൻ പറഞ്ഞതുപോലെ ആത്മാവ് ജഗൻ്റെ ജന്മശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു അദൃശ്യ ശക്തി അത് സ്വാർത്ഥ ലാഭത്തിനും പ്രതികാരത്തിനും വേണ്ടി കടം വാങ്ങിയിരിക്കുന്നു. ജഗൻ, സുമിത്ര വിളിച്ചു. ജഗൻ മോളി, രാവിലെ എന്തൊക്കെയോ കണ്ടു. ഒരു ഭ്രാന്തൻ. എനിക്കിപ്പോഴും പേടി മാറിയിട്ടില്ല. ജഗൻ സുമിത്രയുടെ പുറത്ത് തലോടി. സാരമില്ല, നിനക്ക് ദേവിയില്ലേ? കരിക്കകം ചാമുണ്ടേശ്വരി ദേവി ഉണ്ട്. ദേവിയുണ്ട്. ഒപ്പം എനിക്ക് വേണം ജഗനെ. ജഗനില്ലാത്ത ഒരു നിമിഷം എനിക്ക് ചിന്തിക്കാൻ കൂടിയായില്ല. കുട്ടിശങ്കരൻ മാമ പോയിട്ടുണ്ട് വിവാഹത്തിന് സമയം കുറിക്കാൻ. ആ സമയം ഉച്ചവെയിൽ കത്തി നിന്നിരുന്നു. അതും മങ്ങി നിഴൽ പോലെ അകന്നുപോയി. പിന്നെ കുറേ നേരം ഒന്നും പറയാതെ അവരങ്ങനെ കിടന്നു. എനിക്ക് വല്ലാതെ വിശക്കുന്നു. സുമിത്ര എഴുന്നേറ്റു. എളുപ്പം ഞാനെന്തെങ്കിലും എടുക്കാം. തലമുടി വാരിക്കെട്ടി വേഗത്തിൽ അടുക്കളയിലേക്ക് പോയി. അവൾ നടന്നു പോകുന്നത് നോക്കി അങ്ങനെ കിടന്നു ജഗൻ. ശരിക്കും സുമിത്രയുടെയും എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ഏത് ശക്തിയാവും? തീർച്ചയായും അതും തൻ്റെ മുഞ്ചമ്മൻ സുഹൃതം തന്നെയാണ്. കണ്ണടച്ചങ്ങനെ കിടക്കുമ്പോൾ മൊബൈൽ ശബ്ദിച്ചുകൊണ്ടിരുന്നു. ഒരുതരം മുഴങ്ങുന്ന മണിയൊച്ച. മനസ്സു മരവിപ്പിക്കുന്ന എന്തെങ്കിലും വാർത്തയാണെങ്കിൽ തനിക്ക് തോന്നിപ്പിക്കുന്ന മുഴക്കമാണിത്. എന്തോ ആയിക്കോട്ടെ, കുറേ ദിവസമായി നടക്കുന്ന വാർത്തകളാണ് തനിക്ക് ചുറ്റും. വിശപ്പ് മാറ്റി
സുമിത്രയ്ക്കൊപ്പം കുറച്ചു നേരം വിശ്രമിച്ചിട്ടേ താനിനി ഫോൺ എടുക്കൂ. അത് തീരുമാനിച്ച് നമ്പർ പോലും നോക്കാതെ മൊബൈൽ ഫോൺ ഓഫാക്കി അങ്ങനെ കിടന്നു ജഗന്നാഥ്. മനസ്സ് ഏകാഗ്രമാക്കി കണ്ണുകൾ അടച്ച് ആ കിടപ്പിൽ അറിയാതെ വീണ്ടും മയങ്ങിപ്പോയി ജഗൻ. ഭക്ഷണം ഡൈനിങ് ടേബിളിൽ എടുത്തു വെച്ച് ജഗൻ്റെ അടുത്തേക്ക് വന്നു സുമിത്ര. ജഗൻ, എന്തൊരു ഉറക്കമാണിത്, എഴുന്നേൽക്ക്. ദേ, ഇഷ്ടമുള്ള മോരുകറിയും അച്ചാറും ഒക്കെ ഉണ്ട്. ഇന്നലെ പച്ചക്കറി മാർക്കറ്റിൽ പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ജഗന് ഇഷ്ടമുള്ള അവിയലും തോരനും ഒന്നും ഉണ്ടാക്കാൻ കഴിയില്ല. അത് സാരമില്ല. ജഗൻ കണ്ണു തുറന്നെഴുന്നേറ്റ് സുമിത്രയെ അടുത്തേക്ക് ചേർത്ത് പിടിച്ചു. വിടില്ല ഞാൻ. ഈ ജന്മം മുഴുവൻ ഇങ്ങനെ തന്നെ ജീവിക്കും. ഈ നെഞ്ചത്ത് വീണ് മരിക്കും. പെട്ടെന്ന് ജഗൻ്റെ വായ പൊത്തി സുമിത്ര. ജീവിക്കുന്ന കാര്യം മാത്രം പറഞ്ഞാൽ മതി. ഇനി ഒരു വേർപാട് കൂടി താങ്ങാൻ വയ്യ. കുട്ടിക്കാലത്തമ്മ, പിന്നെ അച്ഛൻ, അതൊക്കെ ദേവി നിശ്ചയിച്ച സമയത്ത് നടന്നോട്ടെ. ജഗൻ, എൻ്റെ കണ്ണടയും വരെ എന്നോടൊപ്പം വേണം. ഈ മുഖം കണ്ടു വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അത് ഞാൻ എൻ്റെ ദേവിയോട് ഒരു ഭിക്ഷയായി ചോദിക്കും. മെല്ലെ ജഗൻ്റെ പിടിയൊന്ന് അഴിഞ്ഞു. വന്നോളൂ, നല്ല വിശപ്പാണെന്നല്ലേ പറഞ്ഞത്. എഴുന്നേറ്റ് വാഷ് ബേസിൽ കയ്യും മുഖവും കഴുകി ഡൈനിങ് ടേബിളിലേക്കിരുന്നു ജഗൻ. പ്ലേറ്റ് എടുത്ത് വെച്ച് സാരിത്തുമ്പുകൊണ്ട് അരക്കെട്ടിലേക്ക് എടുത്തു കുത്തി. ചോറ് വിളമ്പിക്കൊണ്ട് കൊടുക്കുമ്പോൾ സുമിത്ര പറഞ്ഞു, ജാതകം കൊണ്ട് കല്യാണം കുറിക്കാൻ പോയ കുട്ടിശങ്കരമ്മാമ എന്തിയെ? ഇനി കല്യാണ ആരവും കല്യാണ മണ്ഡപവും അറിയും മലക്കറിയും വ്യഞ്ജനങ്ങളും ബുക്ക് ചെയ്തേ വരികയുള്ളെന്ന് തോന്നുന്നു. ഗ്ലാസ്സിൽ നിന്നും വെള്ളം കുടിച്ച് ജഗൻ ഒന്ന് ചുമച്ചു. എന്താ ഇതിനിടയിൽ ചിന്തിച്ചത് ജഗൻ? ഇതിനിടയിൽ എന്തോ കള്ളത്തരം ചിന്തിച്ചിരിക്കുന്നു. സുമിത്ര ചോറ് പാത്രം ടേബിളിൽ നിന്ന് പുറത്തേക്ക് വെച്ച് ജഗൻ്റെ തലയിൽ തട്ടിക്കൊടുത്തു. എന്തോ മനസ്സിൽ വന്നു, എന്താണെന്ന് ഓർമ്മയില്ല. ആഹാ, എന്തോ ആയിക്കോട്ടെ, കഴിക്കേ. സുമിത്ര കസേര വലിച്ചിരുന്ന് ജഗൻ കഴിക്കുന്നത് നോക്കിയിരുന്നു. സുമിത്ര കൂടി കഴിക്കി, ജഗൻ പറഞ്ഞു. വേണ്ട, ഇപ്പം വേണ്ട. രാവിലെ കുളിയൊന്നും നടന്നില്ല. പേടിപ്പിച്ചു കളഞ്ഞില്ലേ ഒരു ഭ്രാന്തൻ. എനിക്കിപ്പോൾ അയാളോടൊരു ഇഷ്ടം തോന്നുന്നു. ജഗൻ പെട്ടെന്ന് തലയുയർത്തി. അതുകൊണ്ടല്ലേ ജഗൻ എൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയത്? എനിക്ക് ഒപ്പം ഇത്രയും സമയം കഴിഞ്ഞത്? എത്ര ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഇഷ്ടമുള്ളതൊന്നും ഉണ്ടാക്കി വെച്ച് വിളമ്പിത്തരാൻ. കറികളൊക്കെ ഇഷ്ടമായോന്ന് അറിയില്ല, നേരം കിട്ടിയില്ലല്ലോ. സാരമില്ല, നിന്റെ ഭക്ഷണം എന്തായാലും എനിക്കിഷ്ടമാണ്, എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന പോലെ. ജഗൻ പറയുന്നത് കേട്ട് സുമിത്രയുടെ മനസ്സും നിറഞ്ഞു. എഴുന്നേറ്റ് കൈ കഴുകി സുമിത്ര നീട്ടിയ ടവൽ കൊണ്ട് കൈ തുടച്ചു. എന്തൊരു സാധനമായിരുന്നു സുമിത്ര ഇത്രയും നേരം. എൻ്റെ ഈ നശിച്ച മൊബൈൽ ഫോൺ ഒന്ന് ഓൺ ചെയ്താൽ മതി, ഇതൊക്കെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടാൻ. ഒരു കണക്കിന് ഇതൊരു കുരിശാ, മനുഷ്യൻ്റെ സമാധാനം നശിപ്പിക്കുന്ന ഒരു പൊൻകുരിശ്. യാത്ര പറഞ്ഞിറങ്ങി ജഗൻ. സുമിത്ര ഗേറ്റടച്ച് പോകുന്നതുവരെ അവിടെ നിന്ന് തുറന്നിട്ട് ജനാലയിലൂടെ കൈകാട്ടിയ സുമിത്രയെ നോക്കി ജഗൻ പറഞ്ഞു, ഇവിടെ ഭ്രാന്തനായി ഞാൻ മാത്രമേ ഉള്ളൂ. നിന്നെ സ്നേഹിച്ചു കൊല്ലുന്ന ഭ്രാന്തൻ, മറ്റാരും ഇവിടെയില്ല. സുമിത്ര ചിരിച്ചു. പോടാ അവിടുന്ന്. സ്നേഹം കൂടുമ്പോൾ അവൾ അങ്ങനെയാണ് വിളിക്കാറ്. പിന്നെ മൊബൈൽ ഓൺ ചെയ്യണം, മറക്കരുത്. കുട്ടിശങ്കരമ്മാമ വരുന്നത് വരെ ഞാനിവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ വിളിക്കാം കേട്ടോ. ജഗൻ തലയാട്ടി കാറിലേക്ക് കയറി. ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ മൊബൈൽ ഓൺ ചെയ്തു. മിസ്ഡ് കോളുകളുടെ നിലയ്ക്കാത്ത പ്രവാഹം. ആർക്കാണപ്പാ എന്നോട് ഇത്രയും കാര്യം സംസാരിച്ച് തീർക്കാനുള്ളത്? അത്യാവശ്യക്കാർ ഇനിയും വിളിക്കും, വിളിക്കട്ടെ. ഓഫീസിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് രാവിലെ സുമിത്രയുടെ വിളി വന്നത്. പെട്ടെന്ന് മൊബൈൽ റിങ് ചെയ്തു. ഭീതിപ്പെടുത്തുന്ന ആ മണിമുഴക്കം വീണ്ടും. ഒന്ന് ഭയന്നു ജഗൻ. എന്തു നടക്കുന്ന വാർത്തയാണാവോ അപ്പുറത്ത്? സുമിത്രയുടെ തകർന്ന ശബ്ദം. ജഗൻ വണ്ടിയിലാണോ? എങ്കിൽ വണ്ടി ഒന്നൊതുക്ക്, ഞാനൊരു കാര്യം പറയട്ടെ. എന്താ സുമിത്രേ? ഒരു മിനിറ്റ്, ഞാനൊന്ന് കാറോർ നോക്കി നിർത്തിട്ടെ. ജഗൻ സുമിത്രയുടെ വാക്കുകൾക്ക് കാതോർത്തു. ജഗൻ എത്രയും പെട്ടെന്ന് പോലീസ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെടണം. നമ്മളെ കുട്ടിശങ്കരമ്മാമയ്ക്കൊരു അപകടം സംഭവിച്ചിരിക്കുന്നു. അറിയില്ല. എനിക്കൊപ്പം പഠിച്ച ശ്വേത വർമ്മ ഇപ്പോൾ ഇവിടെ വന്നതാ. വനിതാ സെല്ലിൻ്റെ സർക്കിളാണ്. ശ്വേത ഇപ്പോൾ വിളിച്ചിരുന്നു. എന്നോട് വിശദമായി ഒന്നും പറഞ്ഞില്ല. എൻ്റെ ദേവി, ഒന്നും സംഭവിക്കരുതേ. ജഗൻ, ജഗൻ തളർന്ന പോലെ സുമിത്ര വിളിച്ചു. ജഗൻ നിശബ്ദമായിരുന്നു. തൻ്റെ മൊബൈലിൽ എപ്പോഴാണ് ശകുനാഥത്തിൻ്റെ മുഴക്കം കേൾക്കുന്നുവോ അപ്പോഴൊക്കെ കേൾക്കുന്നത് ഒരു ദുരന്ത വാർത്തയായിരിക്കും. ഒരു കാര്യം എനിക്കുറപ്പാണ്, കുട്ടിശങ്കരമ്മാമ ഈ ഭൂമിയിലില്ല. ജഗൻ, സുമിത്ര പിന്നെയും വിളിച്ചു. ജഗൻ എന്താ ഒന്നും മിണ്ടാത്തത്? സുമി സമാധാനമായിട്ടിരിക്കും, ഞാൻ അന്വേഷിച്ചിട്ട് തിരിച്ചു വരാം. അപ്പോൾ അപ്പുറത്തു നിന്നും കേട്ടു സുമിത്രയുടെ തേങ്ങൽ. കൺട്രോൾ റൂമിൽ വെറുതെ വിളിച്ച് ചോദിച്ചിട്ട് കാര്യമില്ല, നേരിട്ട് ചെല്ലുക തന്നെ. കൂടുതലൊന്നും ചിന്തിക്കാതെ ജഗൻ വണ്ടി തിരിച്ചു. പോലീസ് കൺട്രോൾ റൂമിൽ എത്തുമ്പോൾ പുറത്ത് പോലീസ് ജീപ്പിനുള്ളിലിരുന്ന് ശ്വേത പുറത്തേക്ക് ഇറങ്ങി വന്നു. ഡോർ തുറന്ന് കാറിനടുത്ത് നിന്നു ജഗൻ. അടുത്തേക്ക് എന്ന് ശ്വേത പറഞ്ഞു. ബോഡി മെഡിക്കൽ കോളേജിലാണ്. ശരീരവും തലയും രണ്ടായിപ്പോയി.
അങ്ങനെ ഒരു മരണം ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ ജഗൻ. എന്ത് പാവം ചെയ്തിട്ടായത്? വണ്ടിക്കുള്ളിൽ സുമിത്രയുടെ ജാതകമുണ്ടായിരുന്നു. ഞാനത് എടുത്തു വച്ചിട്ടുണ്ട്. ഞാൻ സുമിത്രയെ വിളിച്ചിരുന്നു. ഒന്നും പറയാനായില്ല എനിക്ക്. അവർക്ക് ഇത് താങ്ങാനാവില്ലെന്ന് എനിക്കറിയാം. കുട്ടിശങ്കരം വക്കീലിൻ്റെ മകനും ഭാര്യയും കണ്ണൂരാ. അവരിങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. വക്കീലന്മാരുടെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായതുകൊണ്ട് ഞങ്ങൾ പോലീസുകാരുടെ ജോലി കുറഞ്ഞു. ബോഡി ക്ലീൻ ചെയ്ത് മൊബൈൽ മോർച്ചറിൽ സൂക്ഷിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ജഗൻ സുമിത്രയുടെ അടുത്തേക്ക് ചെല്ലുക. പതുക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. മനസ്സിന് തീരെ ബലമില്ലാത്ത കുട്ടിയാണ് സുമിത്ര. ഒന്നും മിണ്ടാതെ ജഗൻ തലയാട്ടി. മടങ്ങാൻ കാറിൻ്റെ ഡോർ തുറക്കുമ്പോൾ പിന്നാലെ നിന്ന് ശ്വേത പറഞ്ഞു, ജഗൻ, എനിക്ക് ചില സംശയങ്ങളുണ്ട്. ചിലതൊക്കെ കൂട്ടി വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകുന്ന ചില നടക്കുന്ന സംശയങ്ങൾ. അതിലെവിടെയോ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു തുണ്ട് വെളിച്ചത്തിൻ്റെ തരിയുണ്ടോ എന്നൊരു സംശയം. മരണങ്ങൾ പലതും ജഗനെപ്പറ്റിയാണ്, ചുറ്റിപ്പറ്റിയാണ് എന്ന് വെച്ച് മറ്റൊന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. കൂനൂർ മഠത്തിൽ നിന്നും തിരിച്ചു വന്ന ജഗൻ തിരിച്ചു വന്ന ശേഷം സംഭവിക്കുന്ന ദുർമരണങ്ങൾ. ജഗൻ പഴയ ആളെയല്ല. പിന്നെ മറ്റൊന്ന്, ഞാൻ ഈ മരണങ്ങളൊന്നും കേസന്വേഷിക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറല്ല. വെറുതെ ഒരു രസം. ആദർ കോനാൻ ഡോയലിൻ്റെ ഷെർലക് ഹോംസിൻ്റെ കഥകളിൽ വായിച്ചിട്ടില്ലേ? മരണമുറിയിൽ നിന്നും കിട്ടുന്ന ഒരു മുട്ടുസൂചി പോലും പിന്നീട് വമ്പൻ കൊലയിലേക്കുള്ള ചൂണ്ടുകുലകയായി തീരുന്നിട്ടുള്ളത്. ഒന്ന് കാണണം. ശ്രീദേവി അന്തർജനത്തിൻ്റെ മകൾ സരിതയുടെ മുറിയിൽ നിന്നും കിട്ടിയ താളിയോലകൾ. എന്താ, ഒന്നൊപ്പം കൂടാമോ? എപ്പോഴെന്ന് വെച്ചാൽ ഞാൻ വിളിക്കാം. തീർച്ചയായും. കൂടുതലൊന്നും പറയാതെ ജഗൻ വണ്ടിയിലേക്ക് കയറി. റോഡ് ക്രോസ് ചെയ്ത് ശ്വേത വണ്ടിയിലേക്ക് കയറി. വണ്ടി ഓടിക്കുമ്പോൾ ശ്വേത ചിന്തിച്ചു, സുമിത്രയുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും? അച്ഛന് പകരം അച്ഛൻ്റെ കാര്യം തന്നെ നടത്താൻ ഏൽപ്പിച്ചു പോയ ആൾ തൻ്റെ ഗ്രഹനില കുറിക്കാൻ പോകുമ്പോൾ ദാരുണമായി മരണപ്പെടുന്നു. വിധിയെന്ന് പഴമക്കാർ പറഞ്ഞുപോയ വാക്കുകൾ. ഒരാശ്വാസത്തിൽ സ്വയം പറഞ്ഞു സമാധാനിച്ചു ശ്വേത. ഇന്ന് നേരത്തെ വീട്ടിലേക്ക് പോകണം. 2 ദിവസമായി അച്ഛൻ്റെ മനസ്സ് ഇങ്ങോട്ട് അത്ര ശരിയാവുന്നില്ലെന്ന് പറഞ്ഞു. കാക്കി വസ്ത്രം ഇട്ടെങ്കിലും താനിപ്പോഴും ഒരു അന്ധവിശ്വാസിയാണെന്ന് സ്വയം സമ്മതിക്കുന്ന ശ്വേതയുടെ മനസ്സ് വെറുതെ ചിന്തിക്കുന്നു. ശ്രീദേവി അന്തർജനത്തിൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന താളിയോലക്കെട്ടുകൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് ആകുമോ യുക്തിവാദിയായ തൻ്റെ പിതാവിന് ഈ അസ്വസ്ഥത? എന്തായാലും സന്ധ്യയ്ക്ക് മുൻപ് വീട്ടിലെത്തണം. മഴയുടെ കോളുണ്ട്. ആകാശത്ത് നക്ഷത്രങ്ങളില്ല. ഏറിയാൽ 2 വർഷം. ഈ കാക്കി വസ്ത്രം ഊരിയേറണം. നമുക്ക് പറ്റിയ പണിയല്ലേ ഇത്? എന്നിട്ട് വല്ല വയനാട്ടിലെ ആദിവാസികൾക്കിടയിലേക്ക് പോകണം. ലോകം എന്താണെന്ന് കാട്ടിക്കൊടുക്കണം, അറിയിക്കണം. ശ്വേതയുടെ ചിന്തകൾ വഴിതെറ്റിപ്പോകുന്നു. മുന്നിലത്തെ ഗ്ലാസ്സിൽ മഴത്തുള്ളികൾ മണൽത്തരികൾ പോലെ വീഴുന്നു. അത് മിന്നാമിനങ്ങളെ പോലെ തിളങ്ങുന്നു. പെട്ടെന്നൊരാൾ വണ്ടിക്ക് കുറുകെ ചാടി. ഭാണ്ഡക്കെട്ട് തോളത്തിട്ട ഒരു കറുത്ത ഭ്രാന്തൻ. ഒന്ന് കണ്ടതേയുള്ളൂ. വണ്ടി വെട്ടിത്തിരിഞ്ഞ് സ്റ്റിയറിംഗ് വിട്ടു. കഷ്ടിച്ച് രക്ഷപ്പെട്ടു. വണ്ടി ചവിട്ടി നിർത്തി അടങ്ങാതെ ദേഷ്യത്തോടെ പുറത്തേക്ക് ചാടിയിറങ്ങി ശ്വേത. ചുറ്റിലും നോക്കി. ആരെയും കണ്ടില്ല. പിന്നെ ആരാ തൻ്റെ വണ്ടിക്ക് മുൻപിലേക്ക് ചാടിയത്? അപ്പോഴും ശ്വേതയുടെ ശരീരത്തിൽ നിന്നും കിതപ്പ് വിട്ടു മാറിയിട്ടില്ല. എന്തായാലും ഇത് റിപ്പോർട്ട് ചെയ്യണം, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ തന്നെ വയർലെസ് സെറ്റിലൂടെ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചു. എന്തായാലും ആളെ ഞാൻ കണ്ടതാ. നോർമലായിരിക്കാൻ സാധ്യത കുറവാണ്. എന്തായാലും പൊക്കി മെൻ്റൽ ഹോസ്പിറ്റലാക്കിയില്ലെങ്കിൽ ഇവിടെ കുറേ അപകട മരണങ്ങൾ നടക്കും, അതുറപ്പാ. കോൾ അറ്റൻഡ് ചെയ്ത വയർലെസ് ഓപ്പറേറ്റർ രാംദാസ് ചിരിച്ചു. ശരി മാഡം, ഞാൻ അറിയിക്കാം. സഖാവ് ജിതേന്ദ്രൻ്റെ മകൾ ശ്വേത. അതുകൊണ്ട് തന്നെ പോലീസുകാർക്കൊക്കെ തന്നെ വല്ലാത്തൊരു അടുപ്പവും സ്നേഹവുമുണ്ട്. കോവിലകത്തെത്തിയപ്പോൾ ലൈറ്റിടാതെ ചെറിയ മങ്ങിയ വെളിച്ചത്തിൽ അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. മുറ്റത്തിറങ്ങി ശ്വേത പടി കയറുമ്പോൾ നടത്തം നിർത്തി നിന്ന് ജിതേന്ദ്രൻ. എന്താണാവോ, ഒന്നിങ്ങോട്ട് സർക്കിൾ ഇൻസ്പെക്ടർ നേരത്തെ എഴുന്നള്ളാൻ. അടുത്തേക്ക് ചെന്ന് ജിതേന്ദ്രൻ്റെ വയറ് ചേർത്ത് കെട്ടിപ്പിടിച്ചു. സത്യം പറഞ്ഞാൽ പൊട്ടിത്തെറിക്കരുത്. ചൂടായി കമ്മ്യൂണിസത്തിന് എനിക്ക് മനസ്സിലാകാത്ത ഭാഷ പറയാനും പാടില്ല. അങ്ങനെ ഉറപ്പു തന്നാൽ 2 ദിവസമായി എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ അച്ഛൻ സഖാവിനോട് പറയാം. നീ പറഞ്ഞോ? അതെ, ഇപ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു വിധം ജിതേന്ദ്രവർമ്മ സഖാവിന് സന്ധ്യയാകുമ്പോൾ ഒരു ഉൾഭയമല്ലേ? ജിതേന്ദ്രൻ അതിനുത്തരം പറയാതെ ശ്വേതയെ അത്ഭുതപ്പെടുത്തി. ഉൾഭയമെന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ജിതേന്ദ്രൻ ചോദിച്ചു. ഇരുട്ടിൽ നോക്കിയാൽ ആരോ നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ. ഒറ്റയ്ക്ക് താഴെ ഇരിക്കുമ്പോൾ മേൽത്തട്ടിലൂടെ ആരോ നടന്നു പോകുന്ന ഒരു കാൽക്കൊച്ച. ഉറക്കത്തിൽ അവ്യക്തമായ ഒരു നിഴൽ കടന്നു വന്ന് തന്നെ തൊട്ട് തലോടുന്ന പോലെ. മതിയാക്കും നിന്റെ കഥ പറച്ചില്. പണ്ടേ ഈ പ്രേതകഥകളൊക്കെ വായിച്ച് നിന്റെ മനസ്സ് മുഴുവൻ സംശയങ്ങളും അന്ധവിശ്വാസങ്ങളുമാണ്. ഇനി അതെനിക്ക് കൂടി കുത്തിവെച്ച് എന്നെ ഒരു പേടിത്തൊണ്ടനാക്കണ്ട. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ ഇവിടെ തീ തിന്നുവോ? ആ വാക്കുകൾ കേട്ട് നടുങ്ങി ശ്വേതാവർമ്മ. അധ്യായം 14. തീ തിന്നുന്നു എന്നൊരു വാക്ക് ഇക്കാലത്തിനിടയ്ക്ക് ജിതേന്ദ്രവർമ്മ സഖാവിൽ നിന്നും കേട്ടിട്ടില്ല മകൾ ശ്വേതാവർമ്മ. ഒരു അഗ്നിപർവ്വതത്തിൻ്റെ മുഴുവൻ ശക്തിയും വിഴുങ്ങാൻ കരുത്തുള്ളവനാണ് ജിതേന്ദ്രവർമ്മ.
അച്ഛൻ എന്താ പറഞ്ഞത്? തീ തിന്നുകയായിരുന്നു എന്നോ? ജീതേന്ദ്രന് അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഇരുട്ടിലേക്ക് തുറച്ചു നോക്കി. എന്തോ മുൻപിൽ കാണുന്ന പോലെ. ഞാനീ പറയുന്നത് ചിലപ്പോൾ സത്യമാകാം, ചിലപ്പോൾ എൻ്റെ മനസ്സിൻ്റെ തോന്നലുകളാകാം. നീ നിൻ്റെ കാഴ്ചപ്പാടിലെ അതിനെ ചിന്തിച്ചെടുക്കുക. അതിൻ്റെ സത്യസന്ധതയെക്കുറിച്ച് എന്നോട് പറയുകയും വേണ്ട. അച്ഛൻ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയും. നിനക്കറിയോ ഈ കോവിലകത്തിൻ്റെ പഴക്കം? വെച്ചാരാധനയും പൂജയും മുടങ്ങാതെ ചെയ്തിരുന്ന കെട്ടിയമ്പലം അടച്ചുപൂട്ടിയവനാണ് ഞാൻ. രാവിലെ സർവ്വ വിഗ്രഹങ്ങളും ചാക്കിൽ കെട്ടി കുളത്തിലേക്ക് എറിഞ്ഞിട്ടുമുണ്ട്. എത്രയോ തവണ മുൻതലമുറയിലെ കാരണവന്മാർ കണ്ടിരിക്കുന്നു. നരച്ച തലമുടിയും നീട്ടി വളർത്തിയ താടിരോമങ്ങളുടെ യോഗീശ്വരനെ 200 വർഷത്തിന് മുൻപ് മൺമറഞ്ഞു പോയി എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യജന്മത്തിൻ്റെ കേട്ടറിവാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണം, എൻ്റെ വിശ്വാസമല്ല കേട്ടറിവ്. പക്ഷേ ഇന്ന് സന്ധ്യയ്ക്ക് എന്ന് വെച്ചാൽ നീ വരുന്നതിന് 1 മണിക്കൂർ മുൻപ് സഖാവ് പൈലി വെറുതെ ഇടയ്ക്ക് കോവിലകത്തിനുള്ളിലേക്ക് തിരിഞ്ഞു നോക്കുകയും സഖാവ് നമ്മൾ രണ്ടാളുമല്ലാതെ ഇതിനുള്ളിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞാൻ ചിരിച്ചു തള്ളി. ഉണ്ടടാ പൈലി സഖാവെ, സാക്ഷാൽ കാറൽ മാർക്സ്. കണ്ടിട്ടില്ലേ ചില്ലിട്ട് ചുവന്ന ഹാരം തൂക്കിയിരിക്കുന്നത്? എന്താ അദ്ദേഹത്തിന് തൊഴിലാളികളെ കോരിത്തെറിപ്പിക്കുന്ന വാക്കുകൾ താൻ ഇതിനുള്ളിൽ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അല്ല സഖാവെ, ഇതിനുള്ളിൽ ആരോ ഉണ്ട്. സഖാവ് ഒന്ന് പോയി നോക്കിയിട്ട് വാ. ഞാനൊന്ന് ചിരിച്ചു തള്ളി. സഖാവ് പൈലി പോയി. കെട്ടിയമ്പലം വരെ ഞാനും നടന്നു. ഒരു പഴയ ലാംബട്രയിലാണ് പൈലി വന്നത്. അതിൻ്റെ അകന്നു പോകുന്ന ഒച്ച ഞാൻ ഇവിടെ നിന്നും കേട്ടു. മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ മഴയും കാറ്റും ഉണ്ടായിരുന്നു. വെറുതെ കാവിലേക്ക് നോക്കിയപ്പോൾ ആരോ ഇരിക്കുന്ന പോലെ തോന്നി. ആരാ ഇന്നേരത്ത് അവിടെ വരാൻ? അടുത്തേക്ക് ചെന്നു. ഞാൻ ഉറക്കെ തന്നെ ചോദിച്ചു, ആരാത്? ചോദിച്ചത് കേട്ടില്ലേ? ആരാ അവിടെ ഇരിക്കുന്നതെന്ന്. അയാൾ ഒരു നോട്ടം നോക്കി. കണ്ണിൽ കലലരിയുടെ ചുവപ്പ്. ആ ഇരുട്ടിലും ഞാൻ കണ്ടു നീണ്ട നാസിക, പാറിപ്പറന്ന തലനാരുകൾ, ഒതുങ്ങിയ താടിരോമങ്ങളുടെ ചോര ഉണങ്ങിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് ഭ്രാന്തനാണെന്ന് കരുതി ഞാൻ ദേഷ്യപ്പെട്ടു. ഭ്രാന്തന്മാർക്ക് കയറി കിടക്കാനുള്ള സ്ഥലമല്ല ഇതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അയാളൊന്ന് ചിരിച്ചു. ഭ്രാന്ത് ഞാൻ വരുത്തും, കാണണമെന്ന്. ആ ഉറച്ച ശബ്ദം എന്നെ നടുക്കി. ഏതോ അമാനുഷിക ശക്തിയുള്ള അവധൂതന്മാരെ പോലെയൊക്കെ ഞാൻ തമാശ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ആരെങ്കിലും തെണ്ടിത്തിരിഞ്ഞെത്തിയതാവും എന്ന് കരുതി. അതോ കഴിക്കാൻ വല്ലതും വേണമെങ്കിൽ ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞു. മോള് വരാൻ നേരമായി. അവൾ എന്നെപ്പോലെയല്ല, കഴുത്തിന് പിടിച്ച് പുറത്താക്കും. വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ഇറങ്ങിപ്പോയിക്കോ. ഞാനെന്ന് പറഞ്ഞപ്പോൾ എന്ന് അയാളൊന്ന് ഉത്തരം മൂളി. പിന്നെ കുറേ നേരം തറയിലേക്ക് നോക്കിയിരുന്നു. കറുത്ത നിറമാണ്, നീണ്ട കാൽപ്പത്തിയും വിരലുകളും. പിന്നെ ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് നടന്നു. ഭാണ്ഡക്കെട്ടെടുത്ത് തോളിലേക്കിട്ടു. എൻ്റെ മുമ്പിലൂടെ നടന്നു. പിന്നെ നിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷേ ആ ഉരച്ച സ്വരത്തിൽ ഇത്രയും പറഞ്ഞു. കൂനൂർ മഠത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു താളിയേലക്കെട്ട് ഇതിലുണ്ട്. അതെടുത്ത് പോകാൻ ഞാൻ പലതവണ ശ്രമിച്ചു. പക്ഷേ സാത്വിക സിദ്ധി കൊണ്ട് കോവിലത്തിൻ്റെ ആരൂഢത്തിൽ ഒരു രക്തചാമുണ്ടിയുടെ ഹൃദയം ആണിയിൽ അവാഹിച്ച് തറച്ചിട്ടുണ്ട്. നല്ല മനസ്സോടെ ഇവിടെ വരാത്ത ആരും ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കില്ല. കടന്നാൽ തന്നെ കിടക്കില്ല. കണ്ണടച്ചുറങ്ങാനും പറ്റില്ല. ഇന്ന് പൗർണമിയാണ്. അത് ഞങ്ങൾക്ക് ബലമില്ലാത്തതിനാ. പോവാ. പക്ഷേ ഇനി ഒരിക്കൽ കൂടി കോവിലകത്തിൻ്റെ ഉള്ളിലേക്ക് വരുത്തരുത്. ആ താളിയോലകൾ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് കാവിലേക്ക് വെച്ച് പോയിക്കൊള്ളാൻ മകളോട് പറഞ്ഞേക്കാൻ പറഞ്ഞു. അയാൾ നടന്നു. ഞാൻ പിന്നാലെ ചെന്നു. നിന്നില്ല. മുന്നിലേക്ക് കയറി നിന്ന് കൈ നിവർത്തി തടഞ്ഞു. അതെ, അങ്ങനങ്ങ് വീമ്പിളക്കിയിട്ട് പോയാലെങ്ങനെയാ? പേരും മേൽവിലാസവും കൂടി പറഞ്ഞിട്ട് പോയാൽ മതിയെന്ന് ഞാൻ രണ്ടും കൽപ്പിച്ചു പറഞ്ഞു. ഒരു നിമിഷം എന്നെ നോക്കി നിന്നു. ഭീരുക്കളെ എനിക്ക് വെറുപ്പാണ്. ആണായാൽ ധൈര്യം വേണം. ഒന്നിൻ്റെ മുമ്പിലും കീഴടങ്ങരുത്. എന്തിന്? മരണത്തിൻ്റെ മുൻപിൽ പോലും കീഴടങ്ങരുത്. വേദാന്തമൊന്നും എനിക്ക് കേൾക്കണ്ട. ആരാന്ന് പറഞ്ഞിട്ട് എത്രയും വേഗം പടികടന്ന് പോകാൻ പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടു. ഒരു നിമിഷം അയാൾ നിശബ്ദനായി തലയുയർത്തി നിന്നു. 5 അടി 7 ഇഞ്ച് പൊക്കം വരും. ഒത്ത ഒരു കൊതി തോന്നുന്ന പുരുഷൻ. ഇത്രയും ഞാൻ കേട്ടു. ഞാൻ കണ്ണപ്പൻ, കൂനൂർ മഠത്തിലെ കല്ലേരിക്കറുപ്പൻ കണ്ണപ്പൻ. മന്ത്രവാദ ചരിത്രത്തിൻ്റെ ഏടുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതിയിട്ടുണ്ട് എൻ്റെ പേര്. പക്ഷേ ശാസ്ത്രമെന്ന കർക്കോടക വിഷം കൊണ്ടത് മൂടി. കാലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ശക്തി അറിയിക്കാൻ ഒരു ശ്രമത്തിന് വന്നവനാ. എന്താ, മതിയോ? അയാൾ പറഞ്ഞു നിർത്തിയപ്പോൾ ഞാൻ ചിരിച്ചു. പോ കല്ലേരിക്കറുപ്പൻ കണ്ണപ്പൻ പോലും. സമയം കളയണ്ട. ഈ ജാതി സാധനങ്ങളെ സഖാവ് ജീതേന്ദ്രൻ കുറേ കണ്ടിട്ടുണ്ട്. മോളെത്തിയ താൻ വെടിയുണ്ട തിന്നും. ഇവിടെ ശവം വീഴുന്നത് എനിക്കിഷ്ടമല്ല, ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ഇതിനേക്കാൾ ബലത്തിൽ അയാൾ പറഞ്ഞു, എനിക്ക് ശവങ്ങൾ, അത് ഭൂമിയിൽ വീഴരുത്. നമുക്ക് തർക്കിച്ച് നിൽക്കാനുള്ള സമയമല്ലത്. ഞാനിനി ഒരിക്കൽ കൂടി വന്നേ പറ്റൂ. അത് നിയോഗമാണെന്ന് കരുതിക്കോ. എന്നെ വെടിയുണ്ട കൊണ്ട് തീർക്കാൻ വരുന്ന മോളെ ഞാൻ വഴിയിൽ കണ്ടോളാം. ഒരു നിമിഷം കൊണ്ട് അയാൾ മറഞ്ഞു എന്ന് പറയുന്നതാവും ശരി.
ഒരു കഥ പറഞ്ഞു തീർന്നപോലെ ഒരു നിശ്വാസം ജിതേന്ദ്രവർമ്മയിൽ നിന്നും ഉതിർന്നു വീണു. കൈകൊട്ടി നിന്ന് തൂണും ചാരി അത് മുഴുവൻ കേൾക്കുകയായിരുന്നു ശ്വേത. അവൾ ജിതേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ വിശ്വസിക്കണം, അയാളെ ഞാൻ കണ്ടിരുന്നു. എൻ്റെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടി. ഒരു നിമിഷം കൊണ്ട് മറഞ്ഞു. ഞെട്ടിത്തിരിച്ച് ജിതേന്ദ്രവർമ്മ ശ്വേതയെ നോക്കി. സത്യമാണച്ഛ, അത് ശരിക്കും ഒരു മനുഷ്യനാക്കാൻ വഴിയില്ല. മാന്ത്രിക സിദ്ധിയുള്ള ഒരാൾ തന്നെയാവും. പിന്നെ അയാൾ പറയുന്നത് കൂനൂർ മഠത്തിലെ കല്ലേരിക്കറുപ്പൻ കണ്ണപ്പനാണെന്ന് കൂടുതൽ അന്വേഷണത്തിലെ അറിയും. ശ്വേത പറഞ്ഞു നിർത്തി. അപ്പോൾ ഏത് താളിയോലയാണ് നീ ഇവിടെ കൊണ്ടുവന്നു വെച്ചത്? ജിതേന്ദ്രൻ ആകാംക്ഷയോടെ ചോദിച്ചു. അതും ശരിയാണ്. കൂനൂർ മഠത്തിലെ ഒരു പൂർവ്വജന്മ കഥ പറയുന്ന ഒരു താളിയോല എൻ്റെ മുറിയിലിരിപ്പുണ്ട്. ജിതേന്ദ്രൻ്റെ മുഖത്ത് അത്ഭുതം വന്നു നിറയുന്നത് ശ്വേത കണ്ടു. എന്താ, നമുക്കത് വേണ്ട. അയാൾ പറയുന്നത് പോലെ വെള്ളിയാഴ്ച സന്ധ്യയ്ക്ക് കാവിലേക്ക് തന്നെ വെച്ചേക്ക്. അയാൾ എടുത്തു പോയിക്കോട്ടെ. ശരി, അങ്ങനെയാട്ടെ. അച്ഛനത് മനസ്സിൽ നിന്ന് വിട്ടേക്ക്. നമുക്ക് ശല്യമൊന്നും ചെയ്യാനില്ലല്ലോ. ജിതേന്ദ്രനൊന്ന് മൂളി. ഒരുപാട് അർത്ഥങ്ങളുള്ള ഒരു മൂടൽ. ഞാനീ ഡ്രസ്സൊക്കെ മാറി കുളിച്ചു വരാം. ശ്വേത വേഗത്തിൽ ഗോവണിയിലൂടെ മുകളിലേക്ക് കയറിപ്പോയി. ആ ഇരുട്ടിലേക്ക് നോക്കി അങ്ങനെ നിന്നു. ജിതേന്ദ്രവർമ്മ എന്ന യുക്തിവാദി സഖാവും. ചീഫിൻ്റെ മുറിയിൽ ചീഫിൻ്റെ മുമ്പിലിരിക്കുകയായിരുന്നു ജഗൻ. നടന്ന കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു. കൂനൂർ മഠത്തിലേക്ക് തിരിച്ചെത്തിയ തനിക്ക് സംഭവിക്കുന്ന ദുരന്തങ്ങൾ. അതുകൊണ്ട് നീലിമലക്കാടിൻ്റെ താഴ്വാരത്തു നിന്നും സാന്ദ്ര കോവിൽ എന്ന സുന്ദരി തിരിച്ചു വന്ന പെൻ ക്യാമറയിൽ തൊടാൻ പോലും തനിക്ക് പേടിയാണ്. അതുവരെ ചിരിച്ചുകൊണ്ടിരുന്ന ചീഫ് ഗൗരവത്തിലായി. ജഗൻ, ഞാനൊരു കാര്യം പറയട്ടെ. വിശ്വാസങ്ങളൊന്നും ഞാൻ തള്ളിപ്പറയുന്നില്ല. നന്മയും തിന്മയും ഒക്കെ ഈ ഭൂമിയിലുണ്ട്. നന്മയുടെ ശക്തിയും നാം തിരിച്ചറിയുന്നത് തിന്മയെ ഇല്ലാതാക്കുമ്പോഴാണ്. ജഗൻ തളരരുത്. ഈ സ്ഥാപനത്തിലെ ഏറ്റവും ഊർജ്ജസ്വലനായ ചെറുപ്പക്കാരനാണ് ജഗൻ. ജഗൻ്റെ മനസ്സൊന്ന് ശാന്തമായിട്ട് മതി കൂനൂർ മഠത്തിൽ നിന്നും കിട്ടിയ പെൻ ക്യാമറയിലെ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം. ഇത്രയുമായ സ്ഥിതിക്ക് ജഗൻ നീലിമലക്കാടിൻ്റെ താഴ്വാരത്തുള്ള സാന്ദ്ര കോവിലേക്ക് കാണണം. ഞാനവരെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു. എന്നെപ്പോലെ ഒരാളെ വീട്ടിലേക്ക് വിളിച്ച് ക്ഷണിച്ചു വരുത്തി ഒരു ഇഴിപ്പടം പോലും തരാതെ പറഞ്ഞു വിട്ട പെണ്ണ്. എൻ്റെ അധ്വാനത്തിന് വില പറഞ്ഞു പെണ്ണ്. അവൾ ഈ ഭൂലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരിയായിക്കോട്ടെ. എനിക്ക് ഏറ്റ അഭിമാനശാലത്തിന് പകരം ചോദിക്കാതെ എനിക്ക് പറ്റില്ലല്ലോ. ജഗൻ വിശ്വസിക്കണം. ഞാൻ പറയുന്നത് പോലെ ചെയ്യുകയും വേണം. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ഇവർ ഈ കോകില ഈ കാലത്ത് മുംബൈ സിനിമാ ലോകത്ത് ലക്ഷങ്ങൾ പ്രതിഫലം പറ്റുന്ന ഒരു നായികയായിരുന്നു. അന്ന് അവരുടെ പേര് ശ്രീരേഖ കോകില. അന്നത്തെ സൂപ്പർ നടന്മാരൊക്കെ ഇവരുടെ കാമുകന്മാരായിരുന്നു. അറിഞ്ഞിടത്തോളം ഇവർ ഒരു പ്രത്യേക മാനസിക രോഗത്തിന് അടിമയായ സ്ത്രീയാണ്. പുരുഷന്മാരെ അഗാധമായി പ്രണയിക്കുന്നതായി നടിക്കും. അവരോട് ഫോണിലൂടെ രതിയുടെ ഭ്രമിക്കുന്ന വർത്തമാനങ്ങൾ പറയും. അർദ്ധരാത്രിയിൽ വിളിച്ചെടുത്തി തരളിതമായ ശബ്ദതരംഗങ്ങൾ സൃഷ്ടിച്ച് പുരുഷനെ ഒരുതരം വിഭ്രാന്തിയിലാക്കുന്ന അവൾക്ക് പിന്നാലെ നടത്തിക്കും. അവസാനം വരെ ഒരു പുരുഷനെ അവൾക്ക് പ്രവഹിക്കാനുള്ള അവസരം കൊടുത്തിട്ടില്ല. പ്രണയനൈരാശ്യം മൂത്ത് അക്കാലത്ത് 2 കോളേജ് കുമാരന്മാർ ആത്മഹത്യ ചെയ്തിരുന്നു. അതുകൊണ്ട് പെട്ടെന്നൊരു ദിവസം അവൾ സിനിമാ ലോകത്ത് ഞെട്ടിച്ചുകൊണ്ട് അപ്രത്യക്ഷയായി. ഒരുപാട് അന്വേഷണങ്ങൾ നടന്നു. പക്ഷെ ആർക്കും അവരെക്കുറിച്ചൊരറിവും കിട്ടിയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഈ നോവൽ ഇവിടെ തുടരുകയാണ്. ഇതിൻ്റെ അടുത്ത ഭാഗം കേൾക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. എല്ലാവർക്കും